Amigos, welcome back. This is your Aysha Miss and I'm here with a new chapter of Unit 3. The chapter is the danger of a single story. Danger, you see there, right? Danger of a single story by Chimamanda Ngozi Adichie. പേരൊന്നും കണ്ടിട്ട് ഞെട്ടണ്ട, വളരെ സിമ്പിളാണ്. നമുക്ക് തൽക്കാലം ആഡിച്ചി എന്ന് പറയാം. Let me take the pen. തൽക്കാലം നമുക്ക് ആഡിച്ചി എന്ന് പറയാം. ചിമമാൻഡ എങ്കോസി ആഡിച്ചി എന്ന് എഴുതാൻ കഴിയുന്നവർ എഴുതിക്കോ. ബ്ലാക്ക് പാന്തർ മൂവിയൊക്കെ കണ്ടിട്ടുള്ളവർക്കൊക്കെ അത് എളുപ്പമായിരിക്കും. ബാക്കു എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊരു ആഫ്രിക്കൻ നെയിമാണ്, കണ്ടാൽ തന്നെ അറിയുണ്ടാവും. ചിമമാൻഡ എങ്കോസി ആഡിച്ചി എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ആഡിച്ചി. ആഡിച്ചി എന്താ ചെയ്തത്? ആഡിച്ചി ടെഡ് ടോക്കിൽ ഒരു ടോക്ക് കൊടുത്തു. ആ ടോക്കിൻ്റെ സ്ക്രിപ്റ്റ് അഥവാ ട്രാൻസ്ക്രിപ്റ്റ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. അതിൻ്റെ ട്രാൻസ്ക്രിപ്റ്റാണ് നമുക്ക് പഠിക്കാനുള്ളത്. ടെഡ് ടോക്കിൽ അവർ കൊടുത്തിട്ടുള്ള വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെ ഫേമസ് ആയിട്ടുള്ള, പോപ്പുലർ ആയിട്ടുള്ള ഒരു ടോക്കാണിത്. ദ ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി ഈസ് എ ലാൻഡ് മാർക്ക് സ്പീച്ച് ഡെലിവേർഡ് ഓൺ ടെഡ് ടോക്സ്. അതെന്താണെന്ന് മിസ് പറഞ്ഞുതരാം. ബൈ ദ റിനൗണ്ട് നൈജീരിയൻ ആംഗ്ലോഫോൺ റൈറ്റർ ആൻഡ് ഒറേറ്റർ ചിമമാൻഡ എങ്കോസി അഡിച്ചി. ചിമമാൻഡ എങ്കോസി അഡിച്ചി ആരാണ്? ഷീ ഈസ് എ റിനൗണ്ട് നൈജീരിയൻ ആംഗ്ലോഫോൺ റൈറ്റർ ആൻഡ് ഒറേറ്റർ. എന്താ അത്? ഡോണ്ട് വറി, ഓക്കെ. റിനൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ WBHന് നമ്മൾ പറഞ്ഞത് ക്രിട്ടിക്കലി അക്ലെയിംഡ് അല്ലെങ്കിൽ വെൽ അക്ലെയിംഡ് എന്നായിരുന്നു. അപ്പോൾ അതിന് പകരം മിസ് ഇവിടെ തൽക്കാലം യൂസ് ചെയ്തിട്ടുള്ളത് റിനൗണ്ട് എന്നാണ്. റിനൗണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഫേമസ് അല്ലെങ്കിൽ അറിയപ്പെടുന്ന ഒരാൾ എന്നുള്ള അർത്ഥമേ ഉള്ളൂ. ആൻഡ് ഷീ ഈസ് നൈജീരിയൻ, ഷീ ഈസ് ഫ്രം നൈജീരിയ. അപ്പോൾ റിനൗണ്ട് നൈജീരിയൻ ആംഗ്ലോഫോൺ റൈറ്റർ. എന്താണ് ആംഗ്ലോഫോൺ? ആംഗ്ലോഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ എഴുതുന്ന ആരെയും നമ്മൾ ജനറലായിട്ട് ആംഗ്ലോഫോൺ എന്ന് പറയാൻ പറ്റും. ഇപ്പോൾ ഇംഗ്ലീഷുകാരല്ലാത്തവരും ഇംഗ്ലീഷിൽ എഴുതുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവരെ ആംഗ്ലോഫോൺ റൈറ്റേഴ്സ് എന്ന് പറയും. സോ ചിമമാൻഡ എങ്കോസി ഈസ് ആഡിച്ചി ഈസ് എ റിനൗണ്ട് നൈജീരിയൻ ആംഗ്ലോഫോൺ റൈറ്റർ. റിപ്പീറ്റ് ആഫ്റ്റർ മീ. ചിമമാൻഡ എങ്കോസി അഡിച്ചി ഈസ് എ റിനൗണ്ട് നൈജീരിയൻ ആംഗ്ലോഫോൺ റൈറ്റർ ആൻഡ് ഒറേറ്റർ. ഒറേറ്റർ എന്ന് ഇവിടെ നമ്മൾ പറയാൻ കാരണം നമ്മൾ പ്രാസംഗിക അല്ലെങ്കിൽ കഥ പറയുന്നവർ ഈ പറച്ചിലിന് പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഒറേറ്റർ എന്ന് പറയുന്നത്. നമ്മുടെ പാഠഭാഗം ഒരു സ്പീച്ച് ആയതുകൊണ്ട് തന്നെ ഇത് എഴുതുന്നത് വളരെ നന്നാവും. റൈറ്റർ ആൻഡ് ഒറേറ്ററിന് നമ്മൾ പ്രത്യേകമായിട്ട് എഴുതണം കേട്ടോ. പിന്നെ ഇൻ ദ ടോക്ക് ചിമമാൻഡ എങ്കോസി അഡിച്ചി ഇൻട്രൊഡ്യൂസസ് ഹെർസെൽഫ് ആസ് എ സ്റ്റോറി ടെല്ലർ. ഈ ഒരു ടോക്ക് ഈ ഒരു സ്പീച്ച് തുടങ്ങുമ്പോൾ തന്നെ അതിനെ സ്റ്റോറി ടെല്ലർ എന്നുള്ള പോലെയാണ് ഇവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണ്? സ്റ്റോറി ടെല്ലിങ്ങിന് നമ്മളെ ചരിത്രത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. നമ്മളൊരു കഥ പറയുമ്പോൾ, കാര്യം പറയുമ്പോൾ അതിലൊക്കെ കഥകളുണ്ടാകും. എല്ലാ കഥയിലും ഒരു കാര്യം ഉണ്ടാകും. അപ്പോൾ ഇവർ സ്റ്റോറി പറയാൻ പോവാണ്. ആൻഡ് സേസ് ദാറ്റ് ഷീ ഹാസ് സം പേഴ്സണൽ സ്റ്റോറീസ് ടു ടെൽ. അവർക്ക് കുറച്ച് പേഴ്സണൽ സ്റ്റോറീസ് പറയാനുണ്ട്. ഈ ടെഡ് ടോക്സ് നിങ്ങൾക്ക് അറിയുണ്ടാവും. 10,500 വീഡിയോസൊക്കെ അവൈലബിൾ ആണ്. വളരെ ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യമായിട്ട് ചെയ്തിട്ടുള്ള ആളുകൾ അവരുടെ കോൺട്രിബ്യൂഷൻ പറയുന്നത്, അച്ചീവ്മെൻറ്റ്സ് പറയുന്നത്, അല്ലെ ജീവിതത്തിലെ കുറച്ച് സെറ്റ് ബാക്സ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ കോപ്പി ജോഷ് ടോക്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് മലയാളത്തിൽ. അപ്പോൾ കുട്ടികളത് കാണണം. ഒന്ന്, ഒരുപാട് പേഴ്സണാലിറ്റീസിനെ അറിയാൻ പറ്റും, കഥകൾ അറിയാൻ പറ്റും, അതിൻ്റെ കൂടെ നിങ്ങളുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് അങ്ങനത്തെ ഒരു ടെഡ് ടോക്കിൽ പെട്ട സീരീസിൽ പെട്ട ഒരു വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ടെഡ് ടോക്കാണ്. The personal stories that talk about the danger of a single story. ഇവർ ഒരു പേഴ്സണൽ സ്റ്റോറീസ് ആണ് പറയുന്നത്. നമ്മളോട് 4 പേഴ്സണൽ സ്റ്റോറീസ് പറയുന്നുണ്ട്. അതിൽ ഈ 4 പേഴ്സണൽ സ്റ്റോറീസും എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ദ പേഴ്സണൽ സ്റ്റോറീസ് ടോക്ക് അബൌട്ട് എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ദ ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി. ഓക്കെ, ദ ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി. These stories show us the danger of having only a single story. ഒറ്റ ഒരു കഥ മാത്രമുള്ളതിൻ്റെ ഡേഞ്ചറാണ് അവർ പറയുന്നത്. ഓൺലി എ സിംഗിൾ സ്റ്റോറി. അവിടെ ഒരാളിരുന്നിട്ട് ചിരിക്കുന്നുണ്ട്. കുറച്ച് നേരമായിട്ടൊന്ന് വന്നേ മിഷാൻ സർ. സിംഗിൾ എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് മൂപ്പരെ കാര്യം ഓർമ്മ വന്നത്. വന്നേ ചോദിക്കട്ടെ. മിഷാൻ സർ, നിങ്ങൾക്കൊക്കെ അറിയുണ്ടാവുമല്ലോ. അപ്പം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ബാംഗ്ലൂർ ഡേയ്സ് മൂവി കണ്ടിട്ടുണ്ടോ? നമ്മളെ മലയാളത്തിലെ ക്ലാസിക് മൂവിയാണ്. അപ്പോൾ അതിൽ ഒരു പാട്ടുണ്ട്, ഏതു കരിരാവിലും പോയിന്റ്. അതല്ല, പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമ്മളെ പാർവതിയുടെ കഥാപാത്രം ദുൽഖർ ഒരു കാര്യം പറയുമ്പോൾ അവർ രണ്ടുപേരും നമ്മളൊരു കോൺവെർസേഷൻ ഉണ്ട്. അതെന്താണെന്നൊന്ന് പറയാൻ പറ്റുമോ? എനിക്ക് നിങ്ങളുടെ പിന്നാലെ നടക്കാനല്ല, കൂടെ നടക്കാനാണ്. അതല്ല, അതാണ്. അത് മനസ്സിലായി, സംഭവം മനസ്സിലായി. അതല്ല ഇവിടുത്തെ വിഷയം. അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ കഴിഞ്ഞിട്ടൊരു വിഷയം വരുന്നുണ്ടല്ലോ. അവളെ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താ ആർമിക്കാരെ അടുപ്പിക്കാറില്ല എന്ന് അവൾ ചോദിക്കുമ്പോൾ, അതായത് അവിടെ ഫുള്ള് ഒരേ ടൈപ്പ് വീടുകളാണ്, ഒരേ ജനലുകളാണ്, ഒരേ വാതിലുകളാണ്. അതെ. പക്ഷെ അപ്പൊ പാർവതി തിരിച്ചൊരു മറുപടി പറയുന്നുണ്ട്. എന്താ ഇത് ഓർമ്മ? ഓരോ ജനലിലൂടെയും കാണുന്ന കാഴ്ചകള്
വ്യത്യാസം. എന്താണ് അത് ഉദ്ദേശിച്ചത്? അത് ജനലൊക്കെ കുറെ ജനലുണ്ട്, സെയിം ജനലാണ്, പക്ഷെ കാഴ്ചകൾ വ്യത്യാസമാണ്. ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, അതായത് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവും ഓരോരുത്തർ കാണുന്നത് പലതുമായിരിക്കും, പല രൂപത്തിലായിരിക്കും എന്നൊക്കെയാണ്. അതെ അതെ. ഇപ്പൊ നോക്കാം, കൂടുതൽ എനിക്കറിയില്ല മക്കളെ. ഞാൻ പറഞ്ഞു കൊടുക്കട്ടെ. ഇപ്പൊ ഒരു തെങ്ങുണ്ടെന്ന് അവിടെ വിചാരിക്കാം, നിങ്ങൾ 4ാമത്തെ നിലയിലാന്ന് വിചാരിക്കാം. നിങ്ങളെ വാഴാന്ന് പറയാത്ത ഭാഗ്യം. ഇല്ല, തെങ്ങാണ്. നിങ്ങളൊക്കെ കൽപ്പവൃക്ഷമാണ്, എല്ലാം കൊണ്ടും കാര്യമുള്ള കുട്ടികളാണ്. അപ്പൊ അവിടെ തെങ്ങുണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ അവിടെ ആ തെങ്ങ് ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ ഉണ്ട്. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ഗ്രൗണ്ട് ഫ്ലോറിലാണെങ്കിൽ നിങ്ങൾ തെങ്ങിന്റെ എന്താ കാണുക? വേര്, ആ ഒരു ഏരിയ ഒക്കെയാണ് കാണാം. നിങ്ങൾ ഏകദേശം ഒരു 4th ഫ്ലോറിലൊക്കെ ആണെങ്കിൽ, 4th ഫ്ലോറൊന്നും പോകണ്ടല്ലേ, ഒരു 2nd ഫ്ലോറിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ തെങ്ങിൻ്റെ ഒരു നടുഭാഗം കാണും. നിങ്ങൾ 10th ഫ്ലോറിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ തെങ്ങിൻ്റെ ഏകദേശം ഒരു തലഭാഗം, ഇനി ഒരു ഡ്രോണിൽ നിന്നാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ തെങ്ങിൻ്റെ കുരലിൻ്റെ ഭാഗം, അല്ലേ? കാണുന്നതൊരു തെങ്ങാണ്, പക്ഷേ കാണുന്ന കാഴ്ചകൾ വ്യത്യാസമാണ്. മേലിൽ നിന്ന് നോക്കുന്ന ആൾക്ക് എപ്പോഴും എന്താണ് തെങ്ങ് എന്ന് പറഞ്ഞാൽ കുറേ ആ പച്ച ഇലകളാണ്. താഴെ നിന്ന് നോക്കുന്ന ആൾക്ക് എന്താണ് തെങ്ങ് എന്ന് പറഞ്ഞാൽ കുറേ വേരുകളാണ്. പക്ഷെ ആ ഒരു സിംഗിൾ കാഴ്ച മാത്രം കണ്ടു കഴിഞ്ഞാൽ തെങ്ങാവോ? ഇല്ല. അതാണ് മിസ് ഇപ്പൊ പറയാൻ പോകുന്നത്. സിംഗിൾ സ്റ്റോറി അല്ലെങ്കിൽ സിംഗിൾ കാഴ്ചപ്പാട്, അതിന്റെ പ്രോബ്ലം. വേഗം മിങ്കിൾ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു പേഴ്സണൽ സ്റ്റോറീസ് ഉണ്ട് ഇവിടെ പറയാൻ കേട്ടോ. എത്ര പേഴ്സണൽ സ്റ്റോറീസ് ഉണ്ട്? 4 പേഴ്സണൽ സ്റ്റോറീസ് ആണ് നമുക്ക് പറയാനുള്ളത്. അപ്പം അതൊന്ന് നമുക്കൊന്ന് വളരെ ക്രിസ്പായിട്ട് ഒന്ന് നോക്കിക്കളയാം. പേഴ്സണൽ സ്റ്റോറി നമ്പർ 1, ആഡിച്ചി ആൻഡ് ബുക്സ്. ആഡിച്ചിക്ക് ബുക്സിനെ കുറിച്ചിട്ട് ഒരു സിംഗിൾ സ്റ്റോറി ഉണ്ടായിരുന്നു. അതെന്താണെന്ന് നോക്കാം. ആഡിച്ചി വാസ് എൻ ഏർലി റീഡർ. വളരെ നേരത്തെ തന്നെ വായന പഠിച്ചിട്ടുള്ള ആളാണ് ആര്? നമ്മുടെ ആഡിച്ചി. അവർ പറയുന്നത് ഏകദേശം 4 വയസ്സിൽ അവർ വായിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഷീ റീഡ് ബ്രിട്ടീഷ് ആൻഡ് അമേരിക്കൻ ചിൽഡ്രൻസ് ബുക്സ്. കുട്ടികളുടെ കഥകൾ അല്ലെങ്കിൽ കുട്ടികൾക്കായിട്ടുള്ള പുസ്തകങ്ങൾ വായിച്ചിരുന്നു. പക്ഷെ എങ്ങനത്തേതായിരുന്നു അത്? ബ്രിട്ടീഷ് ആൻഡ് അമേരിക്കൻ. നൈജീരിയയിലുള്ള നമ്മുടെ അടിച്ച് ബ്രിട്ടീഷ് ആൻഡ് അമേരിക്കൻ ചിൽഡ്രൻസ് ബുക്സ് ആയിരുന്നു വായിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബുക്കുകളെ കുറിച്ചിട്ട് അവരുടെ കാഴ്ചപ്പാട് എന്തായിരുന്നു എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഷീ വാസ് എൻ ഏർലി റൈറ്റർ ടു. അവർ നേരത്തെ തന്നെ എഴുതാനും തുടങ്ങിയിട്ടുണ്ട്. വായിക്കാൻ നേരത്തെ പഠിച്ചു, നേരത്തെ തന്നെ എഴുതാനും തുടങ്ങി. ഷീ ബിഗാൻ ടു റൈറ്റ് വെൻ ഷീ വാസ് അബൌട്ട് 7. നമ്മൾ 7 ഇയേഴ്സ് ആയപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? എന്താവട്ടെ, അടിച്ച് ചെയ്താലും 7 വയസ്സായപ്പോൾ തന്നെ എഴുതാനും വായിക്കാനും പഠിച്ചു എന്ന് മാത്രമല്ല കഥകൾ എഴുതാനും തുടങ്ങി. ബട്ട് ഹെർ ക്യാരക്ടേഴ്സ്, സ്റ്റോറി ആൻഡ് സെറ്റിങ്സ് വേർ സിമിലർ ടു ഇംഗ്ലീഷ് ബുക്സ്. അവരുടെ കഥാപാത്രങ്ങളും കഥയും അതിൻ്റെ കഥാപരിസരവും എന്തായിരുന്നു? ഇംഗ്ലീഷ് ബുക്സുമായിട്ട് സിമിലർ ആയിരുന്നു. അവർ ചെയ്തുകൊണ്ടിരുന്ന ഇംഗ്ലീഷ് ബുക്സുമായിട്ട് സിമിലർ ആയിരുന്നു. ഷീ ഹാഡ് ബീൻ റീഡിങ് സിമിലർ ടു ദ ഇംഗ്ലീഷ് ബുക്സ് ഷീ ഹാഡ് ബീൻ റീഡിങ്. അവർ വായിച്ചുകൊണ്ടിരുന്ന കഥകളുമായിട്ട് വളരെ സിമിലർ ആയിരുന്നു. ഓൾ ഹെർ ക്യാരക്ടേഴ്സ് വർ വൈറ്റ്. അവളുടെ കഥാപാത്രങ്ങളൊക്കെ എന്തായിരുന്നു? വെള്ളക്കാരായിരുന്നു. ആൻഡ് ബ്ലൂ ഐഡ്, നീല കണ്ണുകളുള്ളവരായിരുന്നു. പ്ലേയിങ് ഇൻ സ്നോ ആൻഡ് ഈറ്റിംഗ് ആപ്പിൾസ്. ഓൾ ഹെർ ക്യാരക്ടേഴ്സ് വർ ഡൂയിങ് വാട്ട്? ദേ വർ പ്ലേയിങ് ഇൻ സ്നോ ആൻഡ് ഈറ്റിംഗ് ആപ്പിൾ. നമ്മുടെ നൈജീരിയയിലുള്ള ആഡിച്ചിക്ക് സ്നോ ഇല്ലായിരുന്നു. അവരുടെ കാലഘട്ടത്തിൽ, അവരുടെ ആ ഒരു ഇക്വേറ്ററിൽ കിടക്കുന്ന അവരുടെ നാട്ടിൽ സ്നോ ഇല്ല. അവർക്ക് ആപ്പിളിന് പകരം എന്താ ഉള്ളത്? മാംഗോസ് ആണുള്ളത്. പക്ഷേ ഇവരുടെ എഴുതുന്ന കഥകളിലൊക്കെ എന്താണ്? അവരുടെ ക്യാരക്ടേഴ്സ് വൈറ്റ് ആയിരുന്നു, ബ്ലൂ ഐഡ് ആയിരുന്നു. ആൻഡ് ദേ വർ പ്ലേയിങ് ഇൻ സ്നോ ആൻഡ് ഈറ്റിംഗ് ആപ്പിൾസ്. അതെന്തുകൊണ്ടാണെന്നാണ് പറയുന്നത്. ആൻഡ് ബട്ട് ഷീ വാസ് നോട്ട് ദർ ഇൻ ഹെർ സ്റ്റോറീസ്. യു ലുക്ക് ഹിയർ. ഇവിടെ നമ്മുടെ അടിച്ച് എഴുതുന്ന അടിച്ചിൻ്റെ റെപ്രസെൻറ്റേഷനാണ്. ഇതിൽ അടിച്ചില്ല. അവരുടെ മിറർ അവരുണ്ട്. അവർ വായിക്കുന്നത് എന്താണ് അവർ തിരിച്ചു കൊടുക്കുന്നു. പക്ഷേ അവളുടെ ഫേസ് എന്താണ്? ഇവിടെ ഇല്ല. അടിച്ച് ഇവിടെ ലോസ്റ്റ് ആണ്. ഷീ വാസ് നോട്ട് ദർ ഇൻ ഹെർ സ്റ്റോറീസ് ആസ് ഷീ ഡിഡ് നോട്ട് നോ വേർ ടു പ്ലേസ് ഹെർ സെൽഫ്. എവിടെയാണ് അവളെ വെക്കേണ്ടതെന്ന് അവൾക്ക് അറിയില്ല. കാരണം ഇവൾ വൈറ്റ് അല്ല, ഇവളുടെ നാട്ടിൽ സ്നോ ഇല്ല, ആപ്പിൾ ഇല്ല. പക്ഷേ ഇവളുടെ കഥ എഴുതാൻ പറ്റുമോ, അല്ലെങ്കിൽ അത് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് അടിച്ചിക്ക് അറിയില്ലായിരുന്നു. സ്റ്റോറീസ് ആർ പവർഫുൾ ആസ് ദേ ക്യാൻ മേക്ക് അസ് ബിലീവ് എവറിത്തിങ് സോ ഈസിലി. പ്രത്യേകിച്ച് കുട്ടികളാകുമ്പോൾ സ്റ്റോറീസ് വളരെ പവർഫുള്ളാണ്. നമ്മളെന്തും വിശ്വസിപ്പിക്കാൻ അവയ്ക്കാകും അല്ലേ? നമ്മൾ ചെറുപ്പത്തിൽ തന്നെ നമ്മളെ അമ്മമാർ ഭക്ഷണം കഴിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ടായില്ലേ? അല്ലെങ്കിൽ നിങ്ങൾ അവിടെ പോയില്ലെങ്കിൽ പോയാൽ കള്ളം പിടിച്ചു കൊണ്ടുപോകും, അതുകൊണ്ട് അവിടെ പോവരുത്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് പേടിപ്പിച്ചിട്ടില്ലേ? അങ്ങനത്തെ സ്റ്റോറീസൊക്കെ എന്താണ്? വളരെ പവർഫുള്ളാണ്. ആസ് ദേ ക്യാൻ മേക്ക് അസ് ബിലീവ് എവറിത്തിങ് സോ ഈസിലി. നമ്മുടെ ആടിച്ച് വായിച്ച ബുക്സിലൊക്കെയുള്ള കഥകൾ അവളെയും വിശ്വസിപ്പിച്ചിട്ടുണ്ട് എന്താണെന്നുള്ളത്. Luckily, she found some African books that had African people in it. ആഫ്രിക്കയിൽ നിന്നുള്ള കുറച്ച് ബുക്സ് അവൾ വായിക്കാനിടയായി. ഭാഗ്യവശാൽ അതിലെന്താണ്? ആഫ്രിക്കൻ പീപ്പിൾ കൂടെ ഉണ്ട് കേട്ടോ.
ദ ക്യാരക്ടേഴ്സ് ഹാഡ് ചോക്ലേറ്റ് സ്കിൻ. എന്താണ്, അവരുടെ സ്കിന്നൊക്കെ ചോക്ലേറ്റ് നിറായിരുന്നു. ആൻഡ് കിങ്കി ഹെയർ ജസ്റ്റ് ലൈക്ക് ആഡിച്ചി. കിങ്കി ഹെയർ എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ കാണിച്ചു തരാം. ഇതാണ് കിങ്കി ഹെയർ, കണ്ടോ, ഇതാണ് കിങ്കി ഹെയർ. ഇങ്ങനെയുള്ള ഹെയറിനാണ് നമ്മൾ കിങ്കി ഹെയർ എന്ന് പറയുന്നത്. പിന്നെ ഓക്കെ, ദ ക്യാരക്ടേഴ്സ് ഹാഡ് ചോക്ലേറ്റ് സ്കിൻ ആൻഡ് കിങ്കി ഹെയർ ജസ്റ്റ് ലൈക്ക് ആഡിച്ചി. ആഡിച്ചിക്കുള്ളത് പോലത്തെ ചോക്ലേറ്റ് സ്കിന്നും കിങ്കി ഹെയർ ഒക്കെ ആർക്കുണ്ടായിരുന്നു, ഇവർ വായിച്ച കഥകളിലുണ്ടായിരുന്നു, ആഫ്രിക്കൻ കഥകളിലുണ്ടായിരുന്നു. അപ്പം എന്താ സംഭവിച്ചത്, ദേ ഷോഡ് ദ സ്റ്റോറീസ്, ദ ആഫ്രിക്കൻ സ്റ്റോറീസ് ഷോഡ് ഹർ ദ പോസിബിലിറ്റീസ് ഓഫ് ആഫ്രിക്കൻ പീപ്പിൾ ബീങ് പ്രസൻറ്റ് ഇൻ ദ സ്റ്റോറീസ്. ആഫ്രിക്കൻ പീപ്പിളിനും കഥകളിൽ സ്ഥാനമുണ്ട് എന്ന് എങ്ങനെയാണ് നമ്മുടെ ആഡിച്ചി മനസ്സിലാക്കിയത്, ആഫ്രിക്കൻ ബുക്സ് വായിച്ചപ്പം, അല്ലാണ്ട് അറിഞ്ഞതല്ല. ഓക്കെ, അതാ പറഞ്ഞത്, സ്റ്റോറീസ് ആർ പവർഫുൾ. നമ്മൾ എന്താണോ വായിക്കുന്നത് അതാണ് നമ്മുടെ കഥകളായി തീരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളായി തീരുന്നത്. The African stories saved her from having a single story of what books are and should be. എന്താണ്, ആഫ്രിക്കൻ സ്റ്റോറീസ് അവളെ എന്തിൽ നിന്ന് സേവ് ചെയ്തു, ഹാവിങ് എ സിംഗിൾ സ്റ്റോറി ഓഫ് വാട്ട് ബുക്സ് ആർ, എന്താണ് പുസ്തകങ്ങൾ, അല്ലെങ്കിൽ എന്തായിരിക്കണം പുസ്തകങ്ങൾ എന്നുള്ള ആ ഒരു കർശനമായ ചുറ്റുപാടിൽ നിന്ന് അവളെ മോചിപ്പിച്ചു. അവൾക്ക് കൂടുതൽ നന്നായി അവളുടെ കഥകളും അവളുടെ പരിസരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവൾക്ക് എഴുതാൻ പറ്റി. അപ്പോൾ അവളുടെ സിംഗിൾ സ്റ്റോറി എന്താണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ആദ്യം എന്തായിരുന്നു, ബുക്സ് ആർ ഓൾ അബൌട്ട് ഫോറിൻ പീപ്പിൾ. പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഫോറിൻ പീപ്പിളിനെ കുറിച്ച് മാത്രമുള്ളതാണ്. പക്ഷേ പിന്നെ അവൾക്ക് എന്ത് മനസ്സിലായി, ബുക്സ് ക്യാൻ ഇൻക്ലൂഡ് മെനി കൾച്ചേഴ്സ്, വ്യത്യസ്ത കൾച്ചറുകൾ, വാല്യൂസ്, വ്യത്യസ്ത നമ്മുടെ മൂല്യങ്ങൾ, ആൻഡ് ഈ ഐഡൻറ്റിറ്റീസ്, വ്യത്യസ്ത നമ്മുടെ അസ്തിത്വങ്ങൾ, ഇതെല്ലാം തന്നെ കഥകൾക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ ഫസ്റ്റ് സിംഗിൾ സ്റ്റോറി എന്താണ്, ഒന്ന് സിമ്പിളായിട്ട് പറഞ്ഞാൽ, books by their very nature had to have foreigners and unfamiliar things in them. അൺഫെമിലിയർ ആയിട്ടുള്ള, നമുക്ക് പരിചയമില്ലാത്ത കാര്യങ്ങൾ അതിലുണ്ടാവണം, ഫോറിനേഴ്സ് അതിലുണ്ടാവണം എന്ന് ആഡിച്ചി ഫസ്റ്റ് വിശ്വസിച്ചിരുന്നു. അത് അവളുടെ സിംഗിൾ സ്റ്റോറി ആയിരുന്നു. അത് തെറ്റാന്ന് അവർക്ക് പിന്നെ മനസ്സിലായോ. ഒരു സിംഗിൾ സ്റ്റോറി ഉണ്ടായപ്പം അവരെന്താ ചെയ്തത്, അവളുടെ ബുക്സിൽ ഫുള്ള് ഫോറിനേഴ്സ് മാത്രമായിരുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റോറിയിലേക്ക് പോകാം. ദ പേഴ്സണൽ സ്റ്റോറി നമ്പർ 2, ആഡിച്ചി ആൻഡ് ഫിരി. Okay, ആഡിച്ചി വാസ് ബോൺ ഇൻ എ മിഡിൽ ക്ലാസ് ഫാമിലി. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലാണ് നമ്മുടെ ആഡിച്ചി ജനിച്ചിട്ടുള്ളത്. ആഡിച്ചിയുടെ മദർ വാസ് ആൻ അഡ്മിനിസ്ട്രേറ്റർ. അവളുടെ അമ്മ ആരായിരുന്നു, ഒരു ഉദ്യോഗസ്ഥയായിരുന്നു, ഒരു അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു, ഒരു ജോലി സ്ഥലത്ത് പോയി ഒരു ഓഫീസിൽ വർക്ക് ചെയ്തിരുന്ന ഒരാളായിരുന്നു. ആൻഡ് ഹർ ഫാദർ വാസ് എ പ്രൊഫസർ. അവളുടെ അച്ഛൻ ആരായിരുന്നു, ഒരു യൂണിവേഴ്സിറ്റി പ്രൊഫസറും ആയിരുന്നു. ഓക്കെ, ഷി വാസ് ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ എ മിഡിൽ ക്ലാസ് ഫാമിലി. They had a house boy for domestic help. ഡൊമസ്റ്റിക് പറഞ്ഞാൽ വീടുമായി ബന്ധപ്പെട്ട. അപ്പോൾ അവർക്കൊരു ഹൗസ് ബോയ് ഉണ്ടായിരുന്നു ഫോർ ഡൊമസ്റ്റിക് ഹെൽപ്പ്, വീട്ടിലെ കാര്യങ്ങളൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ട്, ഇല്ലേ, നമ്മൾ ചുപ്പാണ്ടി ആവാഞ്ഞാൽ മതിയായിരുന്നു ഏതായാലും. ആൻഡ് ഹിസ് നെയിം വാസ് ഫിരെ. ഇതാണ്ടാ നമ്മുടെ ഫിരെ, FIDE, ഫിരെ. ഹിസ് ഫാമിലി വാസ് വെരി പുവർ ആൻഡ് ആഡിച്ചി's mother used to send yam, rice and all clothes to Fide's family. ഫിഡയുടെ ഫാമിലിയിലേക്ക് നമ്മുടെ ആഡിച്ചിയുടെ അമ്മ എന്തൊക്കെ അയച്ചു കൊടുത്തിരുന്നു, യാം, ചേന പോലത്തെ ട്യൂബേഴ്സ്, പിന്നെ ഈ റൈസ്, അരികൾ, പിന്നെ ഓൾഡ് ക്ലോത്ത്സ്, പഴയ ഡ്രസ്സുകളൊക്കെ നമ്മുടെ ഫിഡയുടെ ഫാമിലിയിലേക്ക് ആഡിച്ചിയുടെ അമ്മ അയച്ചു കൊടുത്തിരുന്നു. അത്രയും കഷ്ടപ്പാടായിരുന്നു എന്നർത്ഥം. Her mother always talked about how poor Fide's family was. അമ്മ എപ്പോഴും സംസാരിച്ചു, നീ കണ്ടോ ഫിഡേനെ കണ്ടോ, നീ ഇങ്ങനെ ഭക്ഷണം വേസ്റ്റ് ആക്കരുത്, എത്ര ബുദ്ധിമുട്ടിയിട്ട് അവരൊക്കെ ജീവിക്കുന്നത് എന്നൊക്കെ അറിയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫിഡെ. നമ്മൾ ചിരിച്ചോണ്ടൊക്കെയുണ്ട്, ചിരിക്കണ്ട. അടിച്ച് പറഞ്ഞു ചിരിക്കണ്ടെന്ന്, കാരണം ഫിഡയ്ക്ക് ചിരിക്കാൻ പറ്റില്ല, കാരണം ഫിഡ ഭയങ്കര പുവറാണ്. അപ്പോൾ ഫിഡ എന്താണ്, പുവറാണ്, സാഡാണ്, പിന്നെ എന്തൊക്കെയുണ്ട്, ഡിപ്രസ്ഡ്, ഡിജക്റ്റഡ്, ഹെൽപ്ലെസ്, അങ്ങനെ എന്താണ് നമ്മൾ ഈ എല്ലാമാണ്. ഫിഡ എന്ന് പറഞ്ഞാൽ എന്താണ്, മൊത്തത്തിൽ ഒരു സങ്കടകരമായിട്ടുള്ള ഒരവസ്ഥനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു മനുഷ്യ ജീവിയാണ് ആർക്ക്, നമ്മുടെ ആഡിച്ചിക്ക്. ചെറുപ്പത്തിലുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ ആഡിച്ചി ഫെൽറ്റ് പിറ്റി ഫോർ ഫിഡേസ് ഫാമിലി. നമ്മൾ ആഡിച്ചിക്ക് എന്ത് സങ്കടം തോന്നി, അവരോട് ഭയങ്കര ദയാവായ്പൊക്കെ തോന്നി, വിഷമം തോന്നി. ആൻഡ് ദ ഓൺലി സ്റ്റോറി ഷീ ഹാഡ് അബൌട്ട് ഫിഡേസ് ആൻഡ് ഹിസ് ഫാമിലി വാസ് ദാറ്റ് ദേ വർ വെരി പുവർ. അവൾക്ക് അവരെക്കുറിച്ച് ആകെ ഉണ്ടായിരുന്ന ഒരേ ഒരു സ്റ്റോറി എന്താണ്, ദ ഓൺലി സ്റ്റോറി ഷീ ഹാഡ് അബൌട്ട് ഫിഡെ ആൻഡ് ഹിസ് ഫാമിലി വാസ് ദാറ്റ് എന്തായിരുന്നു, ദേ വർ വെരി പുവർ. അവർ
പൈസ ഇല്ലാത്തവരാണ്, അല്ലെങ്കിൽ ദരിദ്രരാണ്. ഈ ഒരൊറ്റ സ്റ്റോറിയെ നമ്മുടെ അടിച്ചിക്ക് ഫിഡേൻ്റെ ഫാമിലിനെ കുറിച്ച് അറിയുള്ളൂ. അപ്പോൾ എന്താ സംഭവിച്ചെന്ന് നോക്കാം. ഒരു ദിവസം നമ്മൾ ആഡിച്ച് എന്ത് ചെയ്യാണ്, ഫിഡേൻ്റെ ഹൗസ് കാണാൻ പോവുകയാണ്, വിസിറ്റ് ചെയ്യാൻ പോവാണ്. നമ്മൾ വീട്ടിലുള്ള ഫിഡയാണ്, അവൻ്റെ വീടൊന്ന് കണ്ടേക്കാം എന്ന് കരുതിയിട്ട് അവർ പോവാണ്. ആൻഡ് ഇൻ ദ ഹൗസ് ഷീ സോ എ ബ്യൂട്ടിഫുള്ളി പാറ്റേൺഡ് ബാസ്ക്കറ്റ് ഓഫ് ഡൈഡ് റാഫിയ. എന്താണ് കണ്ടത്? ഇതാണ് റാഫിയ, ഡൈഡ് റാഫിയ എന്ന് പറഞ്ഞാൽ കളർ കൊടുത്തിട്ടുള്ള റാഫിയയുടെ ഒരു ബാസ്ക്കറ്റാണിത്. റാഫിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പനിയോലകളില്ലേ, പനിയോല പോലെ അവിടെയുള്ള ഒരു മരത്തിൻ്റെ ഇലയാണ്. അപ്പോൾ അതിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കളറൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ഡാഫിയയുടെ വളരെ പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഓരോരോ ചിത്രപ്പണികളും ഈ ഒരു സ്ട്രക്ചറൊക്കെ ഉള്ള ഇങ്ങനെയുള്ള സ്ട്രക്ചറൊക്കെ ഉള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബാസ്ക്കറ്റ് അവിടെ കണ്ടു നമ്മുടെ അടിച്ച്. ഫിഡയുടെ ബ്രദറാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഫിഡേസ് ബ്രദർ ഹാഡ് മെയ്ഡ്. ഷീ കുഡ് നോട്ട് ബിലീവ് ദറ്റ് ദേ ഹാഡ് സോ മെനി സ്കിൽസ്. അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇവർക്ക് ഇത്ര സ്കിൽസ് ഉണ്ടെന്നുള്ളത്. ഇവർക്ക് ആകെ എന്താ ഉണ്ടായിരുന്നത്, അവർ പൂവറാണ്, അവർക്കൊന്നുമില്ല, അവർ സാധുക്കളാണ്. ഈ ഒരു ചിന്തേൻ്റെ അപ്പുറത്തുനിന്ന് ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബാസ്ക്കറ്റ്, ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റാഫിയ മെടഞ്ഞുണ്ടാക്കിയതാണ്. ഇത്ര നല്ല സ്കില്ല് വേണം, നല്ല പേഷ്യൻസ് വേണം, നല്ല ഐഡിയ വേണം, ഡൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര സ്കിൽഫുൾ ആയിട്ടുള്ള ഒരു സാധനം, നമ്മളൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ള സാധനം നമ്മുടെ ഫിഡയുടെ ബ്രദർ ഉണ്ടാക്കി എന്നുള്ളത് ഷി കൻ നോട്ട് ബിലീവ് ദാറ്റ് അറ്റ് ഓൾ. ഷി കുഡ് നോട്ട് ബിലീവ് ദാറ്റ് ദേ ഹാഡ് സോ മെനി സ്കിൽസ്. ഇറ്റ് വാസ് ഇംപോസിബിൾ ഫോർ ഹെർ ടു സീ ദം എനിത്തിങ് എൽസ് ബട്ട് പുവർ. അവർ പൈസക്കാരല്ല, അവർ ദരിദ്രരാണെന്നുള്ളതിൽ അപ്പുറത്തേക്ക് അവൾക്കൊന്നും തന്നെ ഇവരെ കുറിച്ചിട്ട് ചിന്തിക്കാൻ ആകുമായിരുന്നില്ല. ബിക്കോസ് ഷീ ഹാഡ് എ സിംഗിൾ സ്റ്റോറി അബൌട്ട് ദം. അപ്പോൾ എന്താണ് സിംഗിൾ സ്റ്റോറി നമ്പർ 2? ഫിഡെ ആൻഡ് ഹിസ് ഫാമിലീസ് പോവർട്ടി വാസ് അഡിച്ചീസ് സിംഗിൾ സ്റ്റോറി ഓഫ് ദം. ഓക്കെ, ബിഫോർ ദേ ഹാവ് നത്തിങ് ബട്ട് പോവർട്ടി ആൻഡ് മിസറി, ആൻഡ് നൗ ദേ ഹാവ് മെനി മോർ ക്യാപ്പബിലിറ്റീസ്. അപ്പോൾ നമുക്ക് ഇനി മൂന്നാമത്തെ സ്റ്റോറിയിലേക്ക് പോവാം. എത്ര ഇത്? 4 അല്ലേ? 3. പേഴ്സണൽ സ്റ്റോറി നമ്പർ 3. ആഡിച്ചി ആൻഡ് അമേരിക്കൻ റൂംമേറ്റ്. ആഡിച്ചിക്ക് ഒരു അമേരിക്കൻ റൂംമേറ്റ് ഉണ്ടായിരുന്നു. അവരുടെ സ്റ്റോറിയാണ് പറയാൻ പോകുന്നത്. When she was 19, Adichie joined a university in US. യുഎസിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ അവർ പഠിക്കാൻ ചേർന്നു. American roommate had a single story of Africa. Her American roommate had a single story of Africa. അവളുടെ അമേരിക്കൻ റൂംമേറ്റിന് എന്താണ്, ഒരു സിംഗിൾ സ്റ്റോറി ഉണ്ട് ആഫ്രിക്കനെ കുറിച്ചിട്ട്. ശരിക്കും ഇവൾ ആഫ്രിക്ക എന്നല്ല, ആഫ്രിക്ക എന്ന് പറഞ്ഞാൽ വലിയൊരു എൻറ്റയർ കോണ്ടിനെൻ്റ് ആണ്. അതിൽ ചെറിയൊരു സ്ഥലത്തു നിന്നാണ് ഇവർ വരുന്നത്. For her, Africa is a beautiful landscape with uncultured tribal people. നമ്മുടെ അമേരിക്കൻ റൂംമേറ്റിന് എന്താണ്, ആഫ്രിക്ക എന്ന് പറഞ്ഞാൽ ഒരു ബ്യൂട്ടിഫുൾ ലാൻഡ്സ്കേപ്പാണ്, അതായത് നല്ല ഭംഗിയുള്ള ഒരു ഭൂപ്രദേശമാണ്. പക്ഷെ എന്താണ്, വിത്ത് അൺകൾച്ചേർഡ് ട്രൈബൽ പീപ്പിൾ, ഒരു കൾച്ചറും ഇല്ലാത്ത, ഒരു സംസ്കാരവും തീണ്ടിയിട്ടില്ലാത്ത ട്രൈബൽ പീപ്പിൾ, അവരിങ്ങനെ വളരെ പിന്നാക്കാവസ്ഥയിൽ കഴിയുന്ന ട്രൈബ്സ് ആണ് എന്നുള്ള ലെവലിലാണ് നമ്മുടെ അമേരിക്കൻ റൂംമേറ്റ് കാണുന്നത്. അപ്പോൾ they cannot be smart or educated or in any way equal to the white. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവർക്ക് സ്മാർട്ട് ആവാൻ പറ്റില്ല, എഡ്യൂക്കേറ്റഡ് ആവാൻ പറ്റില്ല, ഒരു നിലക്കും നമ്മുടെ വൈറ്റുമായിട്ട് സിമിലർ ആവാൻ പറ്റില്ല. അവർ അൺഈക്വലാണ്, അല്ലെങ്കിൽ എന്തായാലും ഒരു ലെവലിൽ താന്ന് തന്നെ ഇരിക്കണം എന്നുള്ളതാണ് നമ്മുടെ അമേരിക്കൻ റൂംമേറ്റിൻ്റെ ഒരു സങ്കല്പം. അവർക്ക് അതിന് അപ്പുറം പോകാൻ കഴിയില്ല എന്നുള്ളതാണ് നമ്മുടെ സങ്കല്പം. She was shocked to see Adichie, who was smart, fluent in English and with western taste of music. She was shocked to see Adichie. അല്ലേ, നമ്മുടെ ആഡിച്ചി എന്താണ്, സ്മാർട്ടാണ്, ഫ്ലുവൻ്റ് ഇൻ ഇംഗ്ലീഷ് ആണ്, അവരുടെ വെസ്റ്റേൺ മ്യൂസിക്കിൽ അവർക്ക് നല്ല അവഗാഹവും താല്പര്യവും ഉണ്ട്. അതൊക്കെ ഇവർക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. ഇവർ വളരെ കൾച്ചറില്ലാത്ത ഒരു വളരെ പിന്നാക്കാവസ്ഥയിലുള്ള ഒരു ട്രൈബൽ പീപ്പിൾ ആയിരിക്കും ഇവരെന്നാണ് വിചാരിച്ചത്. പക്ഷേ അങ്ങനെയല്ല. അപ്പോൾ നമ്മുടെ അമേരിക്കൻ റൂംമേറ്റ്, അവർക്കൊരു സിംഗിൾ സ്റ്റോറി ഉണ്ടായിരുന്നു. വാട്ട് വാസ് ദാറ്റ്? ദ അമേരിക്കൻ റൂംമേറ്റ് സിംഗിൾ സ്റ്റോറി ഓഫ് ആഫ്രിക്കൻസ് ബീയിങ് സെക്കൻഡ് ക്ലാസ് ഇൻ എവറി ആസ്പെക്ട്. എല്ലാ ആസ്പെക്റ്റിലും ഇവർ സെക്കൻഡ് ക്ലാസ്സാണ്. നമ്മുടെ പേഴ്സണൽ സ്റ്റോറി നമ്പർ 4. വാവ്, നമ്മൾ 3 സ്റ്റോറി കഴിഞ്ഞു. എന്തൊക്കെയായിരുന്നു അത്? ഒന്ന് റിവൈസ് ചെയ്തേ. ആഡിച്ചി ആൻഡ് ബുക്സ്, ആഡിച്ചി ആൻഡ് ഫിഡെ, ആഡിച്ചി ആൻഡ് ഹെർ അമേരിക്കൻ റൂംമേറ്റ്. ഇനി നമ്മുടെ 4ാമത്തെ പേഴ്സണൽ സ്റ്റോറി, അതാരാണ്? ആഡിച്ചി ആൻഡ് ഹെർ പ്രൊഫസർ. അവളുടെ റൈറ്റിങ്ങിനുണ്ടായിട്ടുള്ള പ്രൊഫസറും അവളും തമ്മിലുള്ള ഒരു പേഴ്സണൽ സ്റ്റോറിയാണ് പറയുന്നത്. Her American professor once told her that her novels were not authentically African. Authentically African? അതെന്താണ്? She was confused. എന്താണ് ഒതൻറ്റിക്കലി ആഫ്രിക്കൻ? ഞാൻ ആഫ്രിക്കൻ അല്ലേ, അത് പോരെ? അതന്നെയല്ലേ, ഞാൻ ആഫ്രിക്കൻ ആകുമ്പോൾ ഞാൻ എഴുതുന്നൊക്കെ ഒതൻറ്റിക്കലി ആഫ്രിക്കൻ ആവില്ലേ?
ആൻഡ് ഷി വാസ് സ്റ്റാർട്ടിൽഡ്. ഓക്കെ, എന്താ അദ്ദേഹം പറഞ്ഞത്? അമേരിക്കൻ പ്രൊഫസർ ഒരിക്കൽ പറഞ്ഞു, ഹർ നോവൽസ് വാട്ട് നോട്ട് ഒത്തൻറ്റിക്കലി ആഫ്രിക്കൻ. ഒത്തൻറ്റിക്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് അത് തന്നെയാണ്, വളരെ എന്താ ഞാൻ പറയാം, ഓത്തൻറ്റിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്പഷ്ടമായിട്ട് ഒന്ന് തന്നെ ആവുക. അപ്പോൾ ഞാൻ ഒരു മലയാളി ആകുമ്പോൾ ഞാൻ എൻ്റെ ഒത്തൻറ്റിസിറ്റി കാണിക്കേണ്ടത് നമ്മുടെ ഭക്ഷണം ഫോളോ ചെയ്യുമ്പം, അല്ലെങ്കിൽ നമ്മുടെ മലയാള തനിമയുള്ള പാട്ടുകൾ. അപ്പോൾ ഇങ്ങനെ ഒരു ആഫ്രിക്കൻ തനിമ എന്തില്ല നമ്മുടെ അടിച്ചിക്കില്ല, അടിച്ചിട്ട് നോവൽസിലെ ക്യാരക്ടേഴ്സിനില്ല എന്നാണ് നമ്മുടെ പ്രൊഫസർ പറയുന്നത്. ബിക്കോസ് ഹെർ ക്യാരക്ടർ കഴിഞ്ഞാൽ കഷ്ടപ്പെടുന്ന, ഭക്ഷണം കഴിക്കാത്ത, അല്ലെങ്കിൽ പട്ടിണി കിടക്കുന്ന ദുരിതായിരിക്കണം. എന്ത് റിയലി അൺഹാപ്പി ചൈൽഡ്ഹുഡ്സ്, ഒരു സുഖമില്ലാത്ത അല്ലെങ്കിൽ വിഷമകരമായിട്ടുള്ള ഒരു ചൈൽഡ്ഹുഡ് അവർക്ക് ഉണ്ടാവണം എന്നുള്ളത് അങ്ങനെ ഒരു പറച്ചിലുണ്ട്. എന്നാൽ നന്നായിട്ട് എഴുതാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കീറ്റ്സും ഷെല്ലിയും ഒക്കെ ഒരു ദുരിതങ്ങളെ കുറിച്ചിട്ട് അവർ ഒരുപാട് പാടിയിരുന്നു, നമ്മളെ മലയാളത്തിലും ചങ്ങമ്പുഴയൊക്കെ. അപ്പോൾ അതുപോലെ ഒരു അങ്ങനെ ഒരു ചിന്തയുണ്ട്, നമുക്ക് വളരെ അൺഹാപ്പി ചൈൽഡ്ഹുഡ് അല്ലെങ്കിൽ അൺഹാപ്പി സ്റ്റോറീസ് ടു ടെൽ ഉണ്ടെങ്കിൽ നല്ല പോയട്രി ആവുള്ളൂ എന്നൊക്കെ. പക്ഷെ അടിച്ച് പറയുന്നത് അങ്ങനെയൊന്നും അല്ല, നമ്മളങ്ങനെ ഫോക്കസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഷീ സേസ് ഷീ ഹാഡ് എ ഹാപ്പി ചൈൽഡ്ഹുഡ്, അവർക്ക് നല്ലൊരു സമാധാനപൂർണ്ണമായ ചൈൽഡ്ഹുഡാണ് ഉണ്ടായിട്ടുള്ളത്. ദോ there were many unhappy incidents അവിടെ. പക്ഷെ അത് മാത്രമല്ല, അവൾക്കും ഒരുപാട് അൺഹാപ്പി ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. അവളുടെ കസിൻ മരിച്ചിട്ടുണ്ട്, അവളുടെ അങ്കിൾ മരിച്ചിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ. അവർ മിലിറ്ററിയുടെ അവരുടെ അണ്ടറിലായിരുന്നു അവർ ജീവിച്ചത്. അപ്പോൾ അവർക്ക് ഒരുപാട് വിഷമതകൾ അതിൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ട്. ഓൾ ദോസ് സ്റ്റോറീസ് മേക്ക് അപ്പ് ഹർ ഓവറോൾ സ്റ്റോറി. എന്താ പറഞ്ഞത്? ഇത്തരം ഒരുപാട് സ്റ്റോറീസാണ് എന്ത് ചെയ്യുന്നത്, അവളുടെ ഓവറോൾ സ്റ്റോറി ഉണ്ടാക്കുന്നത്. നമ്മുടെ ഓവറോൾ സ്റ്റോറി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുപാട് സ്റ്റോറീസ്. All those stories make up her overall story. She cannot focus only on one single aspect of that. അതിൽ ഒരു ആസ്പെക്റ്റ് മാത്രം നോക്കിയിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റുക? ഇല്ല, ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ആകാശത്തിൻ്റെ, നമ്മൾ 7 ആകാശം എന്നൊക്കെ പറയില്ലേ, നമ്മൾ ആകാശത്തിൻ്റെ വ്യത്യസ്ത ലെയറുകളാണ്. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ പഠിച്ചിട്ടില്ലേ? അപ്പോൾ ആകാശം എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ആകാശമല്ല, ആകാശത്തിന് ഒരുപാട് പാളികളുണ്ട്. നമ്മുടെ ജീവിതം എന്താണ്? ഇപ്പോൾ ഒരു സ്ത്രീ എടുക്കാമെന്ന് വിചാരിക്കാം. അവൾ കുഞ്ഞാണ്, മകളാണ്, ഭാര്യയാണ്, പെങ്ങളാണ്, അതിൻ്റെ കൂടെ തന്നെ അവളൊരു സുഹൃത്താണ്, അവൾ ജോലി ചെയ്യുന്നവളാണ്, അവൾ കഥ എഴുതുന്നവളാണ്, അവൾ ഒറ്റയ്ക്ക് ജീവിക്കുന്നവളാണ്, അവൾ ദുഃഖിണിയാണ്, അല്ലെങ്കിൽ അവർ ഹാപ്പിയാണ്. ഇങ്ങനെ ഒരുപാട് സ്റ്റോറീസൊക്കെ കൂടിയതാണ് ഒരാൾ. അല്ലാതെ അവൾ ഒരാൾ മാത്രം ആവുന്നില്ല. നമുക്ക് ഒരുപാട് ലെയേഴ്സ് ഉണ്ട്, നമുക്ക് ഒരുപാട് സ്റ്റോറീസ് ഉണ്ട്, നമുക്ക് ഒരുപാട് ആസ്പെക്ട്സ് ഉണ്ട്. ദ പ്രോബ്ലം ഓഫ് എ സിംഗിൾ സ്റ്റോറി അക്കോർഡിംഗ് ടു അടിച്ച്. പക്ഷേ ഇങ്ങനെ ഒരു സിംഗിൾ സ്റ്റോറിയാണ്, നമുക്ക് അറിയാത്ത ഒരാളെക്കുറിച്ച് നമുക്കൊരു സിംഗിൾ സ്റ്റോറിയാണ് ഉണ്ടാവുക. അതിനൊരു കുഴപ്പമുണ്ട്. എന്താണത്? അതാണ് അടിച്ച് ചോദിക്കുന്നത്. എന്താണത്? ഇൻ ഹെർ സ്പീച്ച് അടിച്ച് റിമൈൻഡ്സ് us that our life is composed of overlapping stories. ഇതൊന്ന് പഠിച്ചു വെക്കണേ. അടിച്ച് റിമൈൻഡ്സ് us that our life is composed of overlapping stories. ഇതാണ് അവളുടെ മൊത്തത്തിൽ പറയുന്നത്. നമ്മുടെ ലൈഫ് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോറി എന്ന് പറയുന്നത് ഓവർലാപ്പിംഗ് സ്റ്റോറീസാണ്. ഒരുപാട് കഥകൾ, ഒരുപാട് ആളുകൾ, ഒരുപാട് ചിന്തകൾ, ഒരുപാട് അവസരങ്ങൾ, ഒരുപാട് അനുഭവങ്ങൾ, ഇതൊക്കെയാണ് ഒരു മനുഷ്യനെ ഒരാളാക്കി മാറ്റുന്നത്. നമ്മൾ സിംഗിൾ മനുഷ്യനാണെങ്കിലും നമുക്ക് ഒരുപാട് ഓവർലാപ്പിംഗ് ഐഡൻറ്റിറ്റീസ്, ഓവർലാപ്പിംഗ് എൻറ്റിറ്റീസും ഉണ്ട്. ഷീ വാണ്ട്സ് അബൌട്ട് ദ റിസ്ക് ഓഫ് ക്രിട്ടിക്കൽ മിസ്അണ്ടർസ്റ്റാൻഡിങ്. ഇതെന്താണ് ക്രിട്ടിക്കൽ മിസ്അണ്ടർസ്റ്റാൻഡിങ്? ഇഫ് വി ആർ ഇൻ ടു സിംഗിൾ സ്റ്റോറീസ്. ക്രിട്ടിക്കൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ, മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? തെറ്റിദ്ധാരണകൾ. ക്രിട്ടിക്കൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ വളരെ പ്രശ്നകരമായിട്ടുള്ള തെറ്റിദ്ധാരണകൾ. പ്രശ്നമുണ്ട്, തെറ്റിദ്ധരിച്ചാൽ പ്രശ്നമുണ്ട്. നമുക്ക് ഒരാളുടെ വെറുപ്പ് തോന്നാം, അല്ലെങ്കിൽ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചോട്ടെ, എനിക്കൊരു പ്രശ്നമില്ലാന്ന് തോന്നാം, അല്ലെങ്കിൽ നമുക്ക് അവരെ സ്വീകരിക്കാൻ തോന്നാം, ഇല്ലേ? മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ അവർ ശരിക്കും ആക്ച്വലി അതാണോ എന്നൊന്നുമല്ല, നമ്മളുടെ ഒരു ധാരണ മാത്രമാണ്. അപ്പോൾ ഷീ വാണ്ട്സ് അബൌട്ട് ദ റിസ്ക് ഓഫ് ക്രിട്ടിക്കൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഇഫ് യു ആർ ഇൻ ടു സിംഗിൾ സ്റ്റോറീസ്. നമ്മൾ സിംഗിൾ സ്റ്റോറീസിലെ ആണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ക്രിട്ടിക്കൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവാം. സിംഗിൾ സ്റ്റോറീസ് ആർ നാരോ, വളരെ നാരോ ആണ്, അല്ലെങ്കിൽ നമ്മൾ കാഴ്ചപ്പാട് വളരെ ചുരുങ്ങിയതാണ്, ചിന്ത വളരെ വളരെ നേർത്തതാണ്. ആൻഡ് ദേ ലീഡ് ടു സ്റ്റീരിയോ ടൈപ്സ്. ഈ വേർഡ് വളരെ നിർബന്ധമായിട്ട് ഈ ചാപ്റ്ററിൽ നിങ്ങൾ ആൻസർ എഴുതുമ്പോൾ എവിടെ ഉപയോഗിക്കുകയാണെങ്കിലും നിങ്ങളിത് ഉപയോഗിക്കണം. സ്റ്റീരിയോ ടൈപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ പറഞ്ഞാൽ വാർപ്പ് മാതൃകകൾ. അതല്ലെങ്കിൽ ഒരു ചിന്ത, ഒരു പ്രത്യേക ചിന്ത, ഒരാളെന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഒരു ഐഡിയ മാത്രമാണെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ നമ്മളെ സീരിയലുകളിൽ എന്താണ്? നമുക്ക് 2 ടൈപ്പ് സ്ത്രീകളാണ് അതിലുള്ളത്. ഒന്ന് ദേവതമാർ, അല്ലെങ്കിൽ രാക്ഷസികൾ. അതിൽ മനുഷ്യന്മാരില്ല, അല്ലെങ്കിൽ മനുഷ്യ സ്ത്രീകളില്ല. അപ്പം നമ്മൾ നായികനെ നോക്കാം, നായിക എന്തൊക്കെ ചെയ്താലും നല്ലതായിരിക്കും, നായകൻ്റെ ഉദ്ദേശം നല്ലതാണെങ്കിൽ എത്ര കഷ്ടപ്പെട്ടാലും നായിക, എത്ര പ്രശ്നങ്ങളൊക്കെ തീർത്താലും അവസാനം നായിക IAS IPS ആവും.
പിന്നെ അതുപോലെ നമ്മുടെ അമ്മായിയമ്മമാർ വളരെ മോശമായിട്ടാണ്, അവർ ഭയങ്കര ഒരു നികൃഷ്ട ജീവികളായിട്ടോ അല്ലെങ്കിൽ നമ്മളെ പ്രയാസപ്പെടുത്തുന്ന ആളുകളോ ഒക്കെ ആയിട്ടാണ് നമ്മുടെ മൂവീസ് നമ്മൾ സീരിയൽസൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. പക്ഷേ ശരിക്കും അങ്ങനെയൊക്കെ ആണോ? അല്ലല്ലോ. ആളുകൾക്കനുസരിച്ചിട്ട് എല്ലാ നമ്മുടെ ഇടപെടലുകളും നമ്മുടെ എല്ലാ ബന്ധങ്ങളും ആളുകൾക്കനുസരിച്ചാണ് മാറുന്നത് അല്ലേ. അപ്പോൾ സ്റ്റീരിയോ ടൈപ്പ് എന്നാണ് അതിന് നമ്മൾ പറയുക. അതായത് ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മായിയമ്മ, അതൊരു മോശം ഇമേജ്. അങ്ങനെ ഒരാളെ പറ്റിയിട്ട് ആദ്യമേ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഐഡിയകൾക്കാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറയും. അപ്പോൾ ഈ വേർഡ് ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കാം കേട്ടോ. ആൻഡ് സിംഗിൾ സ്റ്റോറീസ് ആർ നാരോ ആൻഡ് ദേ ലീഡ് ടു സ്റ്റീരിയോടൈപ്സ് ആൻഡ് അൺഫെയർ ജഡ്ജ്മെൻറ്റ്. നമ്മൾ അവരെക്കുറിച്ച് ജഡ്ജ് ചെയ്യുന്നു. ഒരാളെ കാണുമ്പോൾ അവർ വരുന്നതിന് മുന്നേ തന്നെ ഇതാ ഒരു ആഫ്രിക്കക്കാരി വരുന്നു, ഇവളൊന്നും പഠിക്കാത്തവളായിരിക്കും, അല്ലെങ്കിൽ ഇത് അവിടെ നിന്നൊരു കുട്ടി വരുന്നുണ്ട്, 5ാം ക്ലാസ്സിലാണ് തോന്നുന്നുണ്ട്, അത് പഠിക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മൾ ബീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ അങ്ങനെ നമ്മൾ മുൻധാരണകൾ വെച്ചിട്ട് പുലർത്തുന്നതിന് നമ്മൾ ആളുകളെ കുറിച്ചിട്ട് ജഡ്ജ്മെൻറ്റ് നടത്തണം. അത് അൺഫെയർ ആയിരിക്കുകയും ചെയ്യും ആദ്യമേ അവരെ കാണുന്നതിന് മുന്നേ ഒക്കെ ആയിട്ട്. ആൻഡ് അബൌട്ട് ഇൻഡിവിജ്വൽസ് ഓർ ഗ്രൂപ്പ്സ്, ഇൻഡിവിജ്വൽസ് മാത്രമല്ല ഗ്രൂപ്പ്സിനെ കുറിച്ചിട്ടും നമുക്ക് ഇങ്ങനത്തെ ഓരോ ചിന്തകൾ ഉണ്ടാവാം. ദ പ്രോബ്ലം വിത്ത് സ്റ്റീരിയോ ടൈപ്സ് ഈസ് നോട്ട് ദാറ്റ് ദേ ആർ അൺട്രൂ. ഇത് അൺട്രൂ ആണ് എന്നുള്ളതല്ല, അത് സത്യമല്ല എന്നുള്ളതല്ല പ്രശ്നം. കുറച്ചൊക്കെ ശരി ഉണ്ടാവാം, ഓക്കെ, പക്ഷേ ബട്ട് ദേ ആർ ഇൻകംപ്ലീറ്റ്. വളരെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. നമ്മൾ പറഞ്ഞില്ലേ, തെങ്ങിൻ്റെ നടു കണ്ടവർ പ്രശ്നമില്ല, പക്ഷേ തെങ്ങത് മുഴുവൻ തെങ്ങാണോ? അല്ലല്ലോ, അതിൻ്റെ ഒരു പാർട്ട് മാത്രമല്ലേ ഇവർ കണ്ടത്. അതുപോലെ സ്റ്റീരിയോ ടൈപ്സിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ദേ ആർ നോട്ട് അൺട്രൂ. അവർ നോട്ട് അൺട്രൂ, ഓക്കെ, അത് സത്യമല്ല എന്നുള്ളതല്ല പ്രശ്നം, അത് ഇൻകംപ്ലീറ്റ് ആണെന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ഒരു സ്റ്റോറി, ദേ മേക്ക് വൺ സ്റ്റോറി ബിക്കം ദ ഓൺലി സ്റ്റോറി. ഒറ്റ സ്റ്റോറി എന്താക്കുന്നു, ഒരു സ്റ്റോറിനെ ഒറ്റ സ്റ്റോറി ആക്കുന്നു, അല്ലെങ്കിൽ ഒരേ ഒരു സ്റ്റോറി ആക്കുന്നു, വേറൊരു കഥയ്ക്കും അവിടെ സ്കോപ്പില്ല എന്നുള്ള പോലെ ആക്കി വെക്കുന്നു. ഷീ അഡ്വക്കേറ്റ്സ് ദാറ്റ് വി ഷുഡ് ബി ഇൻക്ലൂസീവ്. നമ്മളെല്ലാത്തിനെയും ഇൻക്ലൂഡ് ചെയ്യുന്ന, എല്ലാ കാഴ്ചപ്പാടുകളെയും നമ്മൾ ഉൾക്കൊള്ളിക്കുന്നവരാകണം. ആൻഡ് ട്രൈ ടു സീ ആൻഡ് അപ്രീഷിയേറ്റ് മൾട്ടിപ്പിൾ സ്റ്റോറീസ്. വ്യത്യസ്ത കഥകൾ നമ്മൾ കാണണം, വ്യത്യസ്ത കഥാനുഭവങ്ങൾ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. ആൻഡ് സിംപ്ലി ഇതാണ് നമ്മുടെ ചാപ്റ്റർ. ആൻഡ് താങ്ക് യു ആമിഗോസ്. നിങ്ങളാണ് ഞങ്ങളുടെ ഊർജ്ജം. റാൻസിൻ്റെ കൂടെ നിൽക്കുക, SSLCക്ക് ഫുൾ A+ വാങ്ങിക്കുക. ഇത് നല്ല രസമുള്ള ഒരു ടോക്കാണ്. നിങ്ങൾക്കത് ടെക് ടോക്സിൽ കാണാൻ പറ്റും. അതിനുശേഷം നന്നായിട്ട് ഈ ചാപ്റ്റർ ഒന്നുകൂടെ വായിക്കുക ആൻഡ് പഠിക്കുക. ആൻഡ് ഇറ്റ്സ് ബൈ. താങ്ക് യു ആമിഗോസ്.